കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള NH-66. ഇത് മുടങ്ങിക്കിടന്ന പദ്ധതിയായിരുന്നു. 2016 LDF സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരികയും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുൻകൈയെടുക്കുകയും ഇന്ത്യ ഇന്ന് വരെ കാണാത്ത ദേശീയപാത പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തതുകൊണ്ടാണ് വെന്റിലേറ്ററിലായിരുന്ന ഈ പദ്ധതി ജീവൻ വെച്ച് ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് വസ്തുതയാണ്. ഇന്ത്യ ഇതുവരെ ദേശീയപാത വികസനത്തിൽ ചെയ്യാത്തൊരു കാര്യം ചെയ്തു എന്ന് ഉദ്ദേശിച്ചത് ഭൂമി ഏറ്റെടുക്കലിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. ഭൂമി ഏറ്റെടുക്കലിന് പണം ചെലവഴിക്കാനില്ല എന്നുള്ളത് കൊണ്ടും നേരത്തെ വേണ്ടത്ര ഉത്തരവാദിത്തത്തോടു കൂടി സമീപനം സ്വീകരിച്ചില്ല എന്നുള്ളത് കൊണ്ടും 2015 ഈ പദ്ധതി പ്രവൃത്തി ഉപേക്ഷിച്ച് NHAI പോയതായിരുന്നു. ഇന്ന് NHAI തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലുകൾ, സമയബന്ധിതമായി അവലോകന യോഗങ്ങൾ, ഇതിലൊക്കെ തന്നെ സംതൃപ്തരാണെന്ന് നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്. 5600 കോടി രൂപയാണ് ഭൂമി ഏറ്റെടുക്കലിന് കേരളത്തിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരും ചെലവഴിച്ചിട്ടുള്ളത്. അതിന് പുറമെ ഇതിൻ്റെ ഓരോ പ്രവൃത്തിയിലും ദേശീയപാത അതോറിറ്റിയുമായി ചേർന്ന് നിന്നുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇടപെട്ടത്. ശ്രീ നിതിൻ ഗഡ്കരി ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രി സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഇടപെടലിനെ പ്രകീർത്തിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി എടുക്കുന്ന മുൻകൈയെ പ്രത്യേകം അഭിനന്ദിച്ചിട്ടുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ഓഫീസർ ബഹുമാന്യനായ മീണാജി നിരവധി തവണ ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് ഈ 9 ജില്ലകളിലൂടെ പോകുന്ന ഈ ദേശീയപാത നേരത്തെ പല ജില്ലകളും കഴിഞ്ഞു. ഇനി പോകാനുള്ള മലപ്പുറം, തൃശ്ശൂർ ജില്ലകളും കോഴിക്കോട് ജില്ലയും പോയി ഇന്ന് രാത്രി വരെ ഓരോ കേന്ദ്രങ്ങളിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒരു കേന്ദ്രം എന്നുള്ള നിലയിൽ പരിശോധിക്കുകയാണ്, പ്രവൃത്തികൾ പരിശോധിക്കുകയാണ്. എവിടെയൊക്കെയാണ് തടസ്സം, ആ തടസ്സം നീക്കാൻ ഇടപെടുന്നു. നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ വിശദമായൊരു യോഗം ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർക്കുന്നുണ്ട്. ആ യോഗത്തിൽ ഇന്നത്തെ ഞങ്ങളുടെ അനുഭവം അവതരിപ്പിക്കും, തടസ്സങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തും, അത് പരിഹരിച്ച് മുന്നോട്ട് പോകും. കോഴിക്കോട് ജില്ലയിൽ 2 റീച്ചുകൾ, അഴിയൂർ വെങ്ങളം, അതുപോലെ തന്നെ വെങ്ങള രാമനാട്ടുകര, ഈ റീച്ചിൻ്റെ പ്രവൃത്തിയാണ് പൊതുവേ ഞങ്ങൾ പരിശോധിക്കുന്നത്. മുൻ മന്ത്രി ശ്രീ അഹമ്മദ് ദേവർകോവിൽ ഇവിടുത്തെ MLA കൂടിയാണ്. മുൻ മേയറും ഇപ്പോൾ നമ്മുടെ നഗരത്തിലെ MLAയുമായ ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ഓഫീസർ നമ്മുടെ മീണാജി, പ്രൊജക്റ്റ് ഡയറക്ടർ, പൊതുമരാമത്ത് വകുപ്പിൻ്റെ സെക്രട്ടറി, അതുപോലെ തന്നെ ജില്ലാ കലക്ടർ, എല്ലാവരും അടങ്ങിയ ഒരു ടീം, പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഒരു ഉദ്യോഗസ്ഥ ടീം ഇതിന് ഒപ്പമുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എല്ലാവരും ഇതിനകത്തുണ്ട്. ജനപ്രതിനിധികളുണ്ട്, കോർപ്പറേഷൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, കൗൺസിലർമാർ, സാമൂഹിക പ്രവർത്തകർ എല്ലാവരും ഉണ്ട്.